എന്നിട്ട് അപ്പോൾ അവിടെ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ അത്തരം എൻ്റെ വൈഫ് പറഞ്ഞു അച്ഛൻ്റെ മോളുടെ കല്യാണം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അത് എൻ്റെ ഭാര്യ ഒരു ചെറിയ കുത്തലോടുകൂടി എൻ്റെ മോളോട് പറഞ്ഞത്. ജോസിനേക്കാൾ കൂടുതൽ ഞാൻ ആ കാര്യത്തിൽ അനുമോദിക്കുന്നത് മിനിയെയാണ്. കാരണം ഇല്ലായിരുന്നെങ്കിൽ ജോസ് എന്ന് പറഞ്ഞ പ്രകാശഗോപുരത്തിന് ഇത്രയും പ്രകാശമുണ്ടാകുമായിരുന്നില്ല, പരത്താൻ കഴിയുമായിരുന്നില്ല. ഞാനിവിടെ നിൽക്കുന്നത് ജോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സരസുവിൻ്റെ പിതാവിൻ്റെ ഒരു സ്ഥാനത്താണ് ശരിക്കും പറഞ്ഞത്. കാരണം ഞാൻ എപ്പോഴും അതിനുശേഷം ഇവിടെ വന്നാലും സരസുവിനെ വിളിച്ചിട്ട് പറയും, അല്ല എന്നോട് പറയും, സാറിൻ്റെ മോള് ഇവിടെ മിടുക്കിയായിട്ടിരിക്കുന്നു, ഇന്ന ക്ലാസ്സിലായി, ഇത് ഇത്ര ശതമാനം മാർക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. കാരണം ഇതൊന്നും വിചാരിച്ച് നമ്മൾ കണ്ണൂരിൽ, ഞാൻ കോട്ടയംകാരനാണ്, ഞാൻ കണ്ണൂരിലേക്ക് ട്രാൻസ്ഫറായി ചെന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകൻ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, അനിൽ കുരുടത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം എഴുതിയ വാർത്തയാണ് നിങ്ങളെല്ലാവരും പിന്നീട് ഇപ്പം വായിച്ചത്. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കഥയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ചെയ്യുക. എന്ന് ഒരു 3 കുട്ടികളുടെ കഥയാണ്. അവർ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും ഇത് കിട്ടട്ടെ എന്ന് വിചാരിച്ച് അതെല്ലായിടത്തും അന്നെല്ലാ മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ വാർത്തയും ഈ പടവും, പടം എടുത്തത് ഇത്രയും വർഷം മുമ്പായതുകൊണ്ട് ആരാണെന്നുള്ള പേര് ഞാൻ ഓർക്കുന്നില്ല. ഏതായിരുന്നാലും തീർച്ചയായിട്ടും സരസുവിൻ്റെ ആഗ്രഹപ്രകാരം ഇവരെല്ലാം കാണാനായിട്ട് ഞാൻ അവസരമുണ്ടാക്കി. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ പടം കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഇതുണ്ടാകും. കാരണം നമുക്ക് ചുറ്റും സരസുവല്ല, എത്രയോ സരസുമാർ ഇതുപോലെ ഉണ്ട്, അല്ലെ സുമേഷ്മാരുണ്ട്, സുരേഷ്മാരുണ്ട് എന്നുള്ളൊരു. അന്ന് ശ്രീ ജോസിനെ എനിക്കറിയില്ല. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, കലേപുരം ജോസ് എന്ന് പറഞ്ഞ ആളാണ്, അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, അവർ ഈ കുട്ടിയായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കറിയാം 300-400 ചില്ലുവാനം കിലോമീറ്റർ ഉണ്ട് ഈ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. കണ്ണൂർക്ക് തന്നെ ഉണ്ട് 350-360. അദ്ദേഹം ഇത് കണ്ട അപ്പം തന്നെ അദ്ദേഹവും മിനിയും ഇവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തി ഇവരെയും കൊണ്ടുവന്നു. അപ്പോൾ വന്നിട്ട് ഓഫീസിൽ വന്നു, എൻ്റെ അടുക്ക വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു വാനിൽ ഇതുണ്ട്. അപ്പോൾ ജോസ് വന്നു, പരിചയപ്പെട്ടു. ഈ കുട്ടികളെ തിരിച്ചു പോരുന്ന വഴിയാണ് എൻ്റെ അടുക്കൽ വരുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു, മിനിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മിനി ജോസിൻ്റെ ഈ ഇതിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് വെച്ചു. പിന്നീടാണ് അത് ജോസിൻ്റെ ഭാര്യയാണെന്നും മിനിയാണെന്നും ഒക്കെ അറിഞ്ഞു. ഈ മിനിയുടെ ഒരു ത്യാഗത്തിൻ്റെ ഒരു വലിയ ഇത് കൂടെയാണ്. അങ്ങനെ ഒരു വീട്ടമ്മ എല്ലാം ത്യജിച്ച് സ്വന്തം മക്കളുണ്ട്, അവരുടെ പോലും കാര്യം നോക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവിച്ച് ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ ഇത് വരുന്നു. ദേവി സ്നേഹവും അടിത്തറയാക്കിക്കൊണ്ട് പണിതുയർത്തിയിരിക്കുന്ന വലിയൊരു പ്രകാശഗോപുരം, അതാണ് ശ്രീ ജോസ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം ചൊരിയുന്ന ആ പ്രകാശം, അതിൻ്റെ അടിത്തറ വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി മിനിയാണെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ എല്ലാം കാവലാൾ അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് അല്ലെങ്കിൽ ഭാര്യയാണ്. ആ സ്ഥാനം ഇത്ര ഭംഗിയായിട്ട് ഇത്രയും ഒരു പരാതിയുമില്ലാതെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ജോസിനേക്കാൾ കൂടുതൽ ഞാൻ ആ കാര്യത്തിൽ അനുമോദിക്കുന്നത് മിനിയെയാണ്. കാരണം ഇല്ലായിരുന്നെങ്കിൽ ജോസ് എന്ന് പറഞ്ഞ പ്രകാശഗോപുരത്തിന് ഇത്രയും പ്രകാശമുണ്ടാകുമായിരുന്നില്ല, പരത്താൻ കഴിയുമായിരുന്നില്ല. ഇന്നലെ ഞാൻ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു കോട്ടയത്ത്. കുമരകത്ത് വലിയ ഒരു റിസോർട്ടിലായിരുന്നു. സത്യം പറയാം, അത് ഒരുപാട്
വിദേശ ഇതൊക്കെ ആയിട്ടുള്ള വിദേശത്തു നിന്നാണ് ചെറുക്കനും പെണ്ണും ഇതുമൊക്കെ വന്നത്. ഇതിലിരിക്കുന്നതിലൊരു ഇരിക്കുന്ന ഒരു 3 റോയിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നില്ല, ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, അപ്പം നാളെ രാവിലെ പോകണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാവിലെ പോകണം. എന്നിട്ട് അപ്പോൾ അവിടെ എൻ്റെ മോൾ എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ, അത്തരം എൻ്റെ വൈഫ് പറഞ്ഞു അച്ഛൻ്റെ മോളുടെ കല്യാണം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അത് എൻ്റെ ഭാര്യ ഒരു ചെറിയ കുത്തലോടുകൂടി എൻ്റെ മോളോട് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ മോളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ വാർത്തയും ഇതുമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം അവിടെ ഇരുന്നപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ല എനിക്ക്, എൻ്റെയൊക്കെ 100 ഇരട്ടി ഒരു സന്തോഷമാണ്. സരസുവിൻ്റെ ജീവിത പങ്കാളിയോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. അദ്ദേഹം ചെയ്യുന്നത് പിന്നീട് അതിൻ്റെ ഒരു മഹത്വം ഒരു പക്ഷേ ലോകം തന്നെ അറിയുള്ളൂ. ഇത്രയും വലിയ ഒരു എന്താ പറയുന്ന മഹത് കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ വന്നാലും സരസുവിനെ വിളിച്ചിട്ട് പറയും, എന്നോട് പറയും സാറിൻ്റെ മോള് ഇവിടെ മിടുക്കിയായിട്ടിരിക്കുന്നു, ഇന്ന ക്ലാസ്സിലായി, ഇത് ഇത്ര ശതമാനം മാർക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. കാരണം ഇതൊന്നും വിചാരിച്ച് നമ്മൾ ചെയ്ത ഒരു ഇതല്ല, ഒരു പത്രക്കാരൻ സാധാരണ ചെയ്യുന്ന ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തു, അത് നടത്തി എന്നല്ലേ ഉള്ളൂ. എനിക്ക് ഒരു മോള് മാത്രമാണുള്ളത്. സരസുവിനേക്കാൾ ഏതാനും വയസ്സ് മാത്രം മൂത്തതാണ്. നമുക്ക് ചുറ്റും സരസുവല്ല, എത്രയോ സരസുമാർ ഇതുപോലെ ഉണ്ട്, അല്ലെ സുമേഷ്മാരുണ്ട്, സുരേഷ്മാരുണ്ട് എന്നുള്ളൊരു. അദ്ദേഹം ഇത് കണ്ട അപ്പം തന്നെ അദ്ദേഹവും മിനിയും ഇവിടെ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തി ഇവരെയും കൊണ്ടുവന്നു. അപ്പോൾ വന്നിട്ട് ഓഫീസിൽ വന്നു, എൻ്റെ അടുക്ക വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു വാനിൽ ഇതുണ്ട്. അപ്പോൾ ജോസ് വന്നു, പരിചയപ്പെട്ടു. ഈ കുട്ടികളെ തിരിച്ചു പോരുന്ന വഴിയാണ് എൻ്റെ അടുക്കൽ വരുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു, മിനിയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മിനി ജോസിൻ്റെ ഈ ഇതിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് വെച്ചു. പിന്നീടാണ് അത് ജോസിൻ്റെ ഭാര്യയാണെന്നും മിനിയാണെന്നും ഒക്കെ അറിഞ്ഞു. പിന്നീട് ഞാൻ എപ്പോഴും കാണുമ്പോൾ ഞാൻ പറയും ഈ മിനിയുടെ ഒരു ത്യാഗത്തിൻ്റെ ഒരു വലിയ ഇത് കൂടെയാണ്. കാരണം നമുക്കറിയാം, ഞാൻ മിനിയെ കാണുന്നത് 15 അതിനേക്കാൾ മുമ്പാണ്, ഇത്രയും വർഷം മുമ്പാണ്. ഒരു അപൂർവമായ ഒരു സംഭവം മാത്രമാണ്. കാരണം നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് ഇതുപോലുള്ള സംഘടനകളുണ്ട്. ഞാൻ പിന്നീട് ജോസുമായിട്ട് വളരെ അടുത്ത് വന്നപ്പോൾ എനിക്കറിയാം അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു ത്യാഗം അത് എത്രമാത്രമാണെന്നറിയാം.